കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BA-കാരുടെ കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിലെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 മൊഡ്യൂളുകളും അതിൻ്റെ പാർട്ട് 1 വീഡിയോസൊക്കെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോട്ട് ടോക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റ ഐഡിയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന 3, 4, 5 മൊഡ്യൂൾസൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ പലരുടെയും ടേംസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. പലരുടെ ഡ്യൂട്ടീസ്, ഫങ്ഷൻസ്, അതിൻ്റെ പവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ പഠിച്ചാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു വെക്കേണ്ട. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗവർണറിനെ കുറിച്ചിട്ടാണ്. ദ ഗവർണർ ഈസ് ലൈക്ക് ദ ലീഡർ ഓഫ് എ സ്റ്റേറ്റ് ആൻഡ് റെപ്രസെൻറ്റ്സ് ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ലീഡർ എന്ന നിലയിലാണ് ഗവർണർ നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്. ഇൻ സം പ്ലേസസ് വി ഹാവ് ലിയൂട്ടനന്റ് ഗവർണേഴ്സ്. While they have a big title, the real power belongs to the chief minister and their team. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഗവർണൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ടൈറ്റിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ പവർ, അതിൻ്റെ റിയൽ പവർ എന്നൊക്കെ പറയുന്നത് ചീഫ് മിനിസ്റ്ററിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിനും അല്ലെങ്കിൽ ആ ടീമിനും ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. To be a governor, you must be an Indian citizen, at least 35 years old, not have another government job, and not be in parliament or state legislature. അതായത് നമ്മളിപ്പോൾ ഗവർണർ ആവാനുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ മുൻപത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്, അതായത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആയിരിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇഫ് യു ഹാവ് ടു ക്വിറ്റ്. യു ഓൾസോ കനോട്ട് ബി ബാങ്ക്രപ്റ്റ് ഓർ ക്രേസി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടേംസ് എന്ന് പറയുന്നത് 5 years ആയിരിക്കും ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡൻറ്റ് എനി ടൈം. ഈ ഗവർണറിനെ പ്രസിഡൻറ്റ് എനി ടൈമിൽ ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ലീഗൽ പ്രൊട്ടക്ഷൻസ്, മീനിങ് യു കനോട്ട് സ്യൂ ദം ഓർ അറസ്റ്റ് ദം ഡ്യൂറിങ് ദെയർ ടേം. അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും ഈ ഒരു ടേമിൻ്റെ സമയത്ത് പറ്റില്ല. പക്ഷേ പ്രസിഡൻറ്റിന് എനി ടൈമിൽ ഗവർണറിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗവർണറിൻ്റെ വേരിയസ് പവേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിനെ നമുക്കൊരു 5 ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസ്ക്രിമിനേഷണറി പവേഴ്സും ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നത് ദേ അപ്പോയിൻറ്റ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിലെ ഗവർണറാണ് ചീഫ് മിനിസ്റ്ററിനെയും അതർ മിനിസ്റ്റേഴ്സിനെയൊക്കെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദേ ഓൾസോ അപ്പോയിൻറ്റ് ജഡ്ജസ് ഓർ ഡിസ്ട്രിക്ട് കോർട്ട്സ് ആൻഡ് പ്ലേ എ റോൾ ഇൻ സെലക്ടിങ് ഹൈ കോർട്ട് ജഡ്ജസ്. അതായത് ഡിസ്ട്രിക്ട് കോർട്ടുകളിൽ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണറാണ്. അതുപോലെ ഹൈ കോർട്ടുകളിൽ ജഡ്ജിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു വലിയൊരു റോള് തന്നെ ഗവർണർക്കുണ്ട്. ഇതാണ് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലെജിസ്ലേറ്റീവ് പവർ ആണ്. ദ ഗവർണർ ക്യാൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് സെഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഈവൻ ഡിസോൾവ്സ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദ അഡ്രസ് ദ ലെജിസ്ലേച്ചർ, ഔട്ട്ലൈൻ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് മസ്റ്റ് ഗീവ് അപ്രൂവൽ ഫോർ ബിൽസ് ടു ബിക്കം ലോസ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനുള്ള പവർ ഗവർണറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് ഈ ലെജിസ്ലേച്ചറിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഗവർണർ നിൽക്കുന്നത്. അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, അതുപോലെ തന്നെ ബിൽസ് അപ്രൂവ് ചെയ്യുന്നതിൽ ഒക്കെ തന്നെ ഗവർണർക്ക് വലിയ പങ്കുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പവേഴ്സാണ്. Money bills and grants can only be introduced in the state legislature with the governor's recommendations. അതായത് ഒരുപാട് ബില്ലുകൾ, ഗ്രാൻറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മണി ബില്ലുകളും ഗ്രാൻറ്റുകളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവർണറിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ്. ദേ ക്യാൻ ഓൾസോ യൂസ് എ സ്പെഷ്യൽ ഫണ്ട് ഫോർ അൺഫോർസീൻ എക്സ്പെൻസസ്. അതായത് അൺഫോർസീൻ എക്സ്പെൻസസ് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന എക്സ്പെൻസസിനൊക്കെ തന്നെ സ്പെഷ്യൽ ഫണ്ട് യൂസ് ചെയ്യാനൊക്കെ തന്നെ ഇതിൽ ഗവർണർക്ക് പങ്കുണ്ട്. ഫോർത്ത് വൺ ജുഡീഷ്യൽ പവേഴ്സാണ്. ദ ഗവർണർ ക്യാൻ ഗ്രാൻറ്റ് പാർഡൺസ്, റെഡ്യൂസ് പണിഷ്മെൻറ്റ്സ് ഓർ സസ്പെൻഡ് സെൻറ്റൻസ് ഫോർ പീപ്പിൾ കൺവിക്റ്റഡ് ഓഫ് ക്രൈംസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ലോസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുഡീഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കോർട്ട്സ്, ഹൈക്കോർട്ട്സ് ഒക്കെ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗവർണറിന് ജുഡീഷ്യൽ ആയിട്ടുള്ള ചില പവേഴ്സ് ഉണ്ട്. അതായത്
പാർഡൻസ് ഗ്രാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പണിഷ്മെൻറ്റ്സ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രൈമിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ അതൊക്കെ സസ്പെൻഡ് ചെയ്യാനൊക്കെ തന്നെ ജുഡീഷ്യൽ ആയിട്ടുള്ള പവർ ഗവർണർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഡിസ്ക്രിഷണറി പവേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ while they usually follow the advice of the chief minister and their team, there are times when the governor has to make decisions on their own. These are called discretionary power. അതായത് ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ചീഫ് മിനിസ്റ്ററിൻ്റെ ഒക്കെ തന്നെ അഡ്വൈസസ് ഒക്കെ തന്നെ യൂഷ്വലി ഫോളോ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ടീമിൻ്റെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഗവർണർ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഗവർണറിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ദെയർ ഓൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിമിനേഷണറി പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവർണേഴ്സിന് വേരിയസ് പവേഴ്സ് ഉണ്ട്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യറി ആൻഡ് ഡിസ്ക്രിമിനേഷണറി പവേഴ്സ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അതായത് CMനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ടോപ്പ് ലീഡർ ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിച്ച് ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഇൻ ദ സ്റ്റേറ്റ്. ചീഫ് മിനിസ്റ്റർ CM എന്ന് പറയുന്നതാണ് ടോപ്പ് ലീഡർ. ഒരു സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ ടോപ്പ് ലീഡറായിട്ട് നിൽക്കുന്നത് CM ആണ്. അദ്ദേഹത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് സ്റ്റേറ്റിന് ഉണ്ടായിരിക്കും. ദേ ലീഡ് ദ മെജോറിറ്റി പാർട്ടി, head the council of ministers, advise the governor and represents the people of the state. അതായത് ഇതിൽ കുറച്ച് ഫങ്ഷൻസ് എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അതായത് ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു വലിയൊരു പാർട്ടീനെ ലീഡ് ചെയ്യുന്നത് അവരായിരിക്കും. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡും അദ്ദേഹമായിരിക്കും. അതുപോലെ തന്നെ ഗവർണറിനെ അഡ്വൈസ് ചെയ്യുന്നത് CM ആയിരിക്കും. അതുപോലെ ഒരു സ്റ്റേറ്റിലെ പീപ്പിളിൻ്റെ ഒക്കെ തന്നെ ഒരു റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കാനും ഈ CMനാണ് കഴിയുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ചൂസൺ ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. അതായത് ഇത് ചൂസ് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണറാണ്. ദ ചീഫ് മിനിസ്റ്റർ സെർവ്സ് ആസ് ദ ഗവർണേഴ്സ് പ്ലഷർ, മീനിങ് ദേ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ഗവർണർ. ചീഫ് മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ചീഫ് മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇഫ് ദേ പാസ് എ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CMനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചീഫ് മിനിസ്റ്ററിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ റോളൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ചൂസിങ് മിനിസ്റ്റേഴ്സ്. ദ ചീഫ് മിനിസ്റ്റർ പിക്സ് ഗവൺമെൻറ് ഹെൽപ്പേഴ്സ്. അതായത് ഗവൺമെൻറ് റൺ ചെയ്യാനുള്ള ഹെൽപ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ മിനിസ്റ്റേഴ്സിനെയൊക്കെ പറയുന്നത്. അപ്പോൾ CM ആണ് മിനിസ്റ്റേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ അസൈനിങ് ജോബ്സ്. ദേ ഡിസൈഡഡ് ഹൂ ഡസ് വാട്ട് ഇൻ ദ ഗവൺമെൻറ്. അതായത് ഇപ്പം ഇന്നിന്ന മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇന്നിന്ന ഭാഗങ്ങൾക്കൊക്കെ ഇന്നിന്ന വകുപ്പുകൾ കൊടുക്കുക, അതിനെയാണ് അസൈനിങ് ജോബ്സ്. അതൊക്കെ ഏത് ഗവൺമെൻറ്റിന് ഏതൊക്കെ പാർട്ട് ആരൊക്കെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതും CM ആണ്. ലീഡിങ് മീറ്റിംഗ്സ്. ദേ ലീഡ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഡിസ്കഷൻസ്. അതുപോലെ തന്നെ ടോക്കിംഗ് ടു ദ ഗവർണർ. ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഗവർണറായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ മേക്കിംഗ് ഗവൺമെൻറ് വർക്ക് ടുഗെദർ. ദേ എൻഷുർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഗവൺമെൻറ് കോപ്പറേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് പല പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഈച്ച് പാർട്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്ററിന് റോളുണ്ട്. ലീഡിങ് ദ ലെജിസ്ലേച്ചർ. ദേ ലീഡ് ദെയർ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് സ്പീക്ക് ഫോർ ഗവൺമെൻറ് പോളിസീസ്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് CM നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഗവൺമെൻറ് പോളിസീസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ഡിസോൾവിംഗ് ലെജിസ്ലേച്ചർ. ദേ സജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹയേഴ്സ് ആൻഡ് ക്യാൻ എൻഡ് ദ ഗ്രൂപ്പ് ദാറ്റ് മേക്ക് ലോസ് ഇഫ് ദേ ഹാവ് ഇനഫ് സപ്പോർട്ട്. സോ ഇതൊക്കെയാണ് ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം എല്ലാവർക്കും കൺഫ്യൂസിങ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. The state legislature is an important part of how each state in India runs its government. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ സംസ്ഥാനം എടുക്കുക. ലെജിസ്ലേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ആണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലോ മേക്കിംഗ് ആണ്. സോ അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റും ഇന്ത്യയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് റൺ ചെയ്യുന്നത് എന്നതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പറയുന്നത്. ഇറ്റ് ഹാസ് 3 മെയിൻ പാർട്സ്: ഗവർണർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംടൈംസ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് 3 പാർട്സ് ആയിട്ടാണ് പറയുന്നത്. അതായത് അതിൻ്റെ മൂന്നായിട്ടുള്ള പാർട്ടുകളുണ്ട്. മെയിൻ പാർട്സ് ആണ് അതൊക്കെ.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവർണറാണ്, രണ്ടാമത്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, അതുപോലെ സംടൈംസ് ലെജിസ്ലേറ്റീവ് കൗൺസിലും. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ലൈക്ക് ദ മെയിൻ ടീം. ഒരു മെയിൻ ടീമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെർ പീപ്പിൾ ഫ്രം ദ സ്റ്റേറ്റ്സ് ഗെറ്റ് ഡയറക്ട്ലി ഇലക്റ്റഡ് ടു മേക്ക് ലോസ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് അവരാണ് ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. സോ ഒരു ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറയുന്നത്. ഇൻ ദിസ് ടീം ദേ ക്യാൻ ബി അപ് ടു 500 മെമ്പേഴ്സ് ഓർ ആസ് ഫ്യൂ ആസ് 60 ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ്. അതായത് ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു 60 ആയിരിക്കാം, ചിലപ്പോൾ 500 മെമ്പേഴ്സ് വരെയും ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടാവാം. ഇഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൾഡ് ആംഗ്ലോ ഇന്ത്യൻസ് ഡോണ്ട് ഹാവ് ഇനഫ് റെപ്രസെൻറ്റേഷൻ ദ ഗവർണർ ക്യാൻ ആഡ് 1 മെമ്പർ ടു സ്പീക്ക് ഫോർ ദം. അതായത് ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കേരളത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. സോ അവർക്ക് റെപ്രസെൻറ്റേഷൻസിനുള്ള ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗവർണറിന് ഡയറക്റ്റ്ലി ഒരു ആംഗ്ലോ ഇന്ത്യൻ മെമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ടു ബി ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി യു നീഡ് ടു ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. അതായത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരാനുള്ള കുറച്ച് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ടു ബി ആൻ ഇന്ത്യൻ, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 25 വയസ്സായാൽ മതി ഇതിനകത്ത് കേട്ടോ. മറ്റതിലൊക്കെ നമുക്ക് 35 വയസ്സായിരുന്നു, ഇതിനകത്ത് നമുക്ക് 25 വയസ്സ് കഴിഞ്ഞാൽ മതി. അതുപോലെ നോട്ട് ഹാവ് മെൻ്റൽ പ്രോബ്ലംസ് ആൻഡ് നോട്ട് ബി ബ്രോക്ക്. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യൂഷ്വലി ദ ടീംസ് ജോബ് ലാസ്റ്റ് ഫോർ 5 ഇയേഴ്സ്. അതായത് ഒരു ടീം എന്ന് പറയുന്നത് അതിൻ്റെ ടേം എന്ന് പറയുന്നത് 5 വർഷക്കാലമാണ്. ബട്ട് ദ ഗവർണർ ക്യാൻ എൻഡ് ഇറ്റ് സൂണർ ഇഫ് നീഡഡ്. അതായത് ഈ ഒരു ടീമിനെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ കാലാവധി അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ഗവർണറിന്. നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഗവർണർ ഉണ്ടല്ലോ. ഡ്യൂറിങ് എമർജൻസീസ് ദേ ക്യാൻ കീപ് വർക്കിംഗ്. ഇനി ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് ലൈക്ക് എ ടീം വിത്ത് 3 പ്ലെയേഴ്സ്: ദ ഗവർണർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംടൈംസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ദേ മേക്ക് റൂൾസ് ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് ദ അസംബ്ലി മെമ്പേഴ്സ് ആർ പിക്ഡ് ബൈ ദ പീപ്പിൾ. സിമ്പിൾ ടേംസിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 പ്ലെയേഴ്സാണുള്ളത്: ഗവർണറും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സംടൈംസ് ലെജിസ്ലേറ്റീവ് കൗൺസിലും. ഇതിൽ നിന്ന് അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ മേക്ക് റൂൾസ് ഫോർ ദ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിന് വേണ്ടി അവർ റൂൾസ് ഉണ്ടാക്കുന്നു. അതുപോലെ അസംബ്ലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പീപ്പിളാണ് അവരെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുന്നത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് പവർഫുൾ ഗ്രൂപ്പ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ആണ്, വർക്കിംഗ് അലോങ് സൈഡ് ദ ഗവർണർ ആൻഡ് സംടൈംസ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇനി അവരുടെ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ലോസ്, മണി മാറ്റേഴ്സ്, കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ്, ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്ട്സ്, ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വോട്ടിംഗ് ഫോർ ഇമ്പോർട്ടൻറ്റ് റോൾസ്. മേക്കിംഗ് ലോസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാസ് ദ പവർ ടു മേക്ക് റൂൾസ് ആൻഡ് ലോ ഫോർ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വേണ്ടിയിട്ട് റൂൾസും ലോസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്. അതുപോലെ തന്നെ ദേ ക്യാൻ ഡിസ്കസ്, ചേഞ്ച് ആൻഡ് പാസ് ലോസ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അവർ ഓരോ ടോപ്പിക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അതിലവർ ലോകൾ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണി റിലേറ്റഡ് ലോസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മണി മാറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു മണി ലോസ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ദ ബോസ്. ദേ ക്യാൻ മേക്ക് ഡിസിഷൻസ് അബൌട്ട് ടാക്സസ് ആൻഡ് സ്പെൻഡിങ് മണി. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അവരുടെ ഇൻകം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നത് അവിടുത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ ടാക്സ് കാര്യങ്ങളും അതുപോലെ അതിൻ്റെ സ്പെൻഡിങ് ഓഫ് മണിയും എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കുന്നത് ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. നോ ടാക്സസ് ക്യാൻ ബി മെയ്ഡ് ഓർ മണി സ്പെൻഡ് വിത്തൗട്ട് ദെയർ അപ്രൂവൽ. അതുപോലെ കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ്. CMന്, അതായത് ഹു ലീഡ്സ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ലൈക്ക് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗവൺമെൻറ് ടീം. അതായത് CM എന്ന് പറയുന്നതാണ് ആ ഒരു ഗവൺമെൻറ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് മസ്റ്റ് ലിസൺ വാട്ട് ദ അസംബ്ലി സേസ്. ഇഫ് ദ അസംബ്ലി സേസ് ദേ ഡോണ്ട് ലൈക്ക് ദ ഗവൺമെൻറ് എനിമോർ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ്. ഹാൻഡിൽ ചെയ്യുന്നതിലും ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ അമെൻമെൻറ്റ്സ് കൊണ്ടുവരുന്നതിൽ, അതായത് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾസോ ഹാസ് എ സേ ഇൻ ചേഞ്ച് ഇൻ ദ കൺട്രീസ് റൂൾസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ റൂൾസ് കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. വോട്ടിംഗ് ഫോർ ഇമ്പോർട്ടൻറ്റ് റോൾസ്, അതായത് ദേ ചൂസ് ദെയർ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ദേ ഓൾസോ ഹെൽപ്പ് എലക്ട് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് സം മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ.
അതായത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും അതുപോലെ തന്നെ പ്രസിഡൻറ്റിനെയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അവരെ ചൂസ് ചെയ്യുന്നത്. സോ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വളരെയധികം പങ്ക് തന്നെ ഉണ്ട്. ഒരു സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ലൈക്ക് എ ബോസ് ഓഫ് മേക്കിംഗ് ലോസ് ആൻഡ് ഹാൻഡ്ലിംഗ് മണി ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ മണി ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് മേക്കിംഗ് ലോസിൽ അതായത് ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൽ വലിയൊരു ബോസ് ആയിട്ട് നിൽക്കുകയാണ്. ദേ ഓൾസോ ഹാവ് എ ബിഗ് റോൾ ഇൻ ചൂസിങ് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലും വളരെയധികം പങ്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോംപ്ലിമെൻ്ററി പേപ്പറിലൊക്കെ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യുക. ചിലപ്പോൾ മേ ബി ഇപ്പോൾ ഈ എക്കണോമിക്സ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നവരായിരിക്കും ഈ പൊളിറ്റിക്കൽ സയൻസ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളവർ. സോ മേ ബി അവർ പി ജിയിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ആയിരിക്കും അവരുടെ മെയിൻ സബ്ബായിട്ട് മാറാൻ പോകുന്നത്. ചില സമയത്ത് ചില ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.